2021 അവസാനത്തിൽ വളരെ കുറച്ച് ഫോൺസ് മാത്രമാണ് വന്നത്. എന്നാൽ ഇപ്പോൾ 2022 തുടക്കത്തിൽ കുറേയധികം അടിപൊളി ഫോൺസ് വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ഫോൺ വാങ്ങാനിരിക്കുന്നവരൊക്കെ വളരെ എക്സൈറ്റഡ് ആയിരിക്കും. ഇങ്ങനെ എക്സൈറ്റഡ് ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ പലരും പല മിസ്റ്റേക്സും ചെയ്യാറുണ്ട്. നമ്മളിൽ കൂടുതൽ പേരും ഒരു ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് വരുത്തുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സിനെ കുറിച്ച് നമുക്ക് ഇന്ന് വീഡിയോയിൽ നോക്കാം. പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോൺ പഴയ ഫോണുകളേക്കാൾ അടിപൊളി ഫോണായിരിക്കും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും പുതിയൊരു ഫോൺ ഇറങ്ങുന്ന സമയത്ത് അതിൽ ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി ആയിരിക്കും, ഏറ്റവും ബെസ്റ്റ് ഫീച്ചേഴ്സ് അതിലുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കങ്ങനെ പ്രതീക്ഷിക്കാൻ മാത്രമേ പറ്റുള്ളൂ, നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഉദാഹരണത്തിന് നമുക്ക് റിയൽമി 7 Pro എന്നൊരു ഫോൺ എടുക്കാം. റിയൽമി 7 Proക്ക് ശേഷം അതിൻ്റെ സക്സസറായിട്ട് വന്നൊരു മോഡലാണ് റിയൽമി 8 Pro. റിയൽമി 7 Proയുടെ സക്സസർ എന്ന് പറയുമ്പോൾ റിയൽമി 7 Proയേക്കാൾ അധികം അടിപൊളി ഫീച്ചേഴ്സ് തരുന്നൊരു ഫോൺ ആകണം റിയൽമി 8 Pro. പക്ഷേ ഈ രണ്ട് ഫോണും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ഫോൺസിനും അത്ര വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതിൻ്റെ പ്രോസസ്സർ സെയിം ആണ്, ബാറ്ററി ലൈഫ് സെയിം ആണ്, ക്യാമറ കുറച്ച് മെഗാ പിക്സൽ കൂട്ടിയിട്ടുണ്ട് എന്നല്ലാതെ അതിൽ വലിയ മാറ്റങ്ങളൊന്നും കാണാൻ കഴിയില്ല. അതുപോലെ റിയൽമി 7 Proയുടെ ചാർജിങ് കുറച്ചുകൂടെ സ്പീഡ് കൂടിയതായിരുന്നു. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് അതിലുണ്ടായിരുന്നു. എന്നാൽ 8 Proയിലേക്ക് വരുമ്പോൾ 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആയിരുന്നു. ചെറിയ ഡൗൺഗ്രേഡ് ആണ്. പക്ഷേ ലേറ്റസ്റ്റ് ഫോൺ എന്ന് പറയുമ്പോൾ ഡൗൺഗ്രേഡ് അല്ല വേണ്ടത്, അപ്ഗ്രേഡ് ആണ്. അതായത് പല ഫീച്ചേഴ്സും അതുപോലെ തന്നെ വെച്ചുകൊണ്ട് ചില ഫീച്ചേഴ്സ് ഡൗൺഗ്രേഡ് ചെയ്തു, വളരെ കുറച്ച് ഫീച്ചേഴ്സ് മാത്രം കുറച്ച് കൂടുതലായിട്ട് കൊടുത്തു പുതിയ ഫോൺ ലേറ്റസ്റ്റ് ആയിട്ട് ഫോൺ വന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, പുതിയൊരു ഫോൺ വരുന്ന സമയത്ത് അത് ഏതെങ്കിലും ഒരു ഫോണിൻ്റെ സക്സസർ ആയിട്ടുള്ള പുതിയൊരു ലേറ്റസ്റ്റ് ഫോൺ വരുന്ന സമയത്ത് ആ ഒരു ഫോണ് മുന്നത്തെ ജനറേഷനേക്കാൾ ബെസ്റ്റ് ഫോൺ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. പുതിയ ഫോൺസ് വരാനിരിക്കുന്നുണ്ട്, ഈ വരുന്ന എല്ലാ ഫോൺസും പഴയ ഫോൺസിനേക്കാൾ അടിപൊളിയാകണം എന്ന് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് ലേറ്റസ്റ്റ് ഫോൺ എന്നുള്ളൊരു ഹൈപ്പിൽ നിങ്ങൾ വീഴാതിരിക്കാൻ ശ്രമിക്കണം. നമ്മളൊരു ഫോൺ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ സ്പെക്സ് നോക്കാറുണ്ട്. സ്പെക്സ് നോക്കുന്നത് ഉറപ്പായിട്ടും നല്ല കാര്യമാണ്. പക്ഷേ ഈ സ്പെസിഫിക്കേഷൻസ് മാത്രം നോക്കിയിട്ട് നമ്മൾ ഫോൺ വാങ്ങുന്നത് അത് നിർത്തേണ്ട ഒരു കാര്യമാണ്. കാരണം എത്രയോ നല്ല സ്പെക്സ് ഉള്ള ഫോൺ വന്നിട്ടുണ്ട്, പക്ഷേ ഈ എല്ലാ ഫോണുകളും ഏറ്റവും ബെസ്റ്റ് ഫോണുകളായിരുന്നില്ല. കാരണം നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്പെക്സിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി പല ഫോൺസും തരാറില്ല. ഒരു ഫോണിന് ഏറ്റവും ബെസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന പ്രോസസ്സർ ഉണ്ട്, അതുപോലെ തന്നെ 100 മെഗാ പിക്സലിൽ കൂടുതലുള്ള ഒരു ക്യാമറ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ആ ഒരു ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു ഏറ്റവും നല്ല ക്വാളിറ്റി, ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസും നല്ല ക്യാമറ പെർഫോമൻസും അതിന് കിട്ടണമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ആ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയർ മോശമായിരിക്കും, അതുകൊണ്ട് പെർഫോമൻസ് മോശമാവും. അതിൻ്റെ ക്യാമറ സോഫ്റ്റ്വെയർ മോശമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാമറയും അത്ര നല്ല ക്വാളിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളൊരു ഫോൺ വാങ്ങുന്ന സമയത്ത് സ്പെക്സ് മാത്രം നോക്കാതെ അതിൻ്റെ യൂസ്ഡ് റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കാൻ ശ്രമിക്കുക. പല യൂട്യൂബ് ചാനൽസിലും അതിൻ്റെ യൂസ്ഡ് റിവ്യൂസ് നമുക്ക് കാണാൻ കഴിയും. അതിപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും പല യൂട്യൂബ് റിവ്യൂസും നമുക്ക് കാണാൻ കഴിയും. സെൽഫ് പ്രൊമോഷൻ അല്ല, നമ്മളെല്ലാ ഫോൺസിൻ്റെ ഒന്നും റിവ്യൂ ഇടാറില്ല. പക്ഷേ പല ചാനൽസും ഓൾമോസ്റ്റ് എല്ലാ ഫോൺസിൻ്റെ റിവ്യൂ ചെയ്യുന്ന ചാനൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ചാനൽ ഏതാണോ ആ ചാനൽ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂസ് കാണാം. അതുപോലെ പല വെബ്സൈറ്റുകളിൽ അതിൻ്റെ റിവ്യൂസ് ഉണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആ ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ സോഫ്റ്റ്വെയറും ക്യാമറ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഫോൺ എടുക്കുന്നതായിരിക്കും ഒരു സ്പെസിഫിക്കേഷൻസ് നോക്കിയിട്ട് ഫോൺ എടുക്കുന്നതിനേക്കാൾ നല്ലത്. ഇനി വളരെ കുറച്ച് പേര് ചെയ്യുന്ന മിസ്റ്റേക്ക് ആയിരിക്കും ഇത്. കുറേ പേരൊന്നും ഈ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല, എന്നാലും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കണം. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഷോപ്പിംഗ് സൈറ്റുകളിൽ പോയിട്ട് അതിലെ റിവ്യൂസ് കണ്ടിട്ട്, അതിലെ പോസിറ്റീവ് റിവ്യൂസ് കണ്ടിട്ട് നമ്മൾ ഫോൺ എടുക്കരുത്. കാരണം ഈ ഒരു ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള സൈറ്റുകളിൽ വരുന്ന കൂടുതൽ റിവ്യൂസും അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരായിട്ടുള്ളവർ ജസ്റ്റ് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ നോക്കിയിട്ട് നല്ല ഫോൺ ഉണ്ടോ എന്ന് നോക്കും. അവർക്ക് കാണാൻ അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്ന ഫോൺ അവർ ഓർഡർ ചെയ്യും. ഓർഡർ ചെയ്യുന്ന സമയത്ത് അവർക്ക് അത്യാവശ്യം നല്ല എല്ലാ കാര്യങ്ങളും അതിൽ കിട്ടുന്നുണ്ടാവും. അത്യാവശ്യം അവർക്ക് വേണ്ട തരത്തിലുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ടാവും, നല്ല ക്യാമറ ഉണ്ടാവും, ബാറ്ററി ലൈഫ് ഉണ്ടാവും. പക്ഷേ ഈ ഫോൺ അവർ വാങ്ങിയതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഇതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഫോൺ ഉണ്ട് എന്ന് അവർക്കറിയില്ല. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് അവർ നോക്കുന്നില്ല. പക്ഷേ അവർ ഇതിന് നല്ല റിവ്യൂസ് ഇടും, നല്ല റേറ്റിംഗ് ഇടും. അവർ ആ ഫോണിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അവർ വാങ്ങിയ ഫോണിനേക്കാൾ നല്ല ഫോൺ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഉണ്ട് എന്ന് അവർക്കറിയാമെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു ഫോൺ വാങ്ങാൻ നിൽക്കില്ലല്ലോ. അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് അവർ ഏതെങ്കിലും ഒരു ഫോൺ എടുക്കും, അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നല്ല റിവ്യൂസ് ഇടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ പോയിട്ട് ഒരു ബിലോ ആവറേജ് ഫോണിൻ്റെ റിവ്യൂസ് നോക്കിയാൽ തന്നെ അതിന് അത്യാവശ്യം നല്ല റിവ്യൂസ് കാണാൻ കഴിയും. അതുകൊണ്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഷോപ്പിംഗ് സൈറ്റിലെ പോസിറ്റീവ് റിവ്യൂസിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കേണ്ട എന്ന് ഞാൻ പറയില്ല, പക്ഷേ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. പിന്നെയും പല മിസ്റ്റേക്സും നമ്മൾ വരുത്താറുണ്ട്. ബ്രാൻഡ്സ് പല ഹൈപ്പും കൊടുക്കാറുണ്ട്. ഇത് 5G പ്രോസസ്സറാണ്, ഏറ്റവും ബെസ്റ്റ് 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഉണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഹൈപ്പ് കൊടുത്തുള്ള ഫോൺ വരാറുണ്ട്. അതുപോലെ ചില ഫീച്ചേഴ്സ് എക്സ്ട്രാ കൊടുത്തിട്ട് ഇതിന് ഏറ്റവും
ബെസ്റ്റ് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് എന്നുള്ള പല ഫീച്ചേഴ്സും കൊടുത്തിട്ട് ഹൈപ്പ് കൊടുക്കാറുണ്ട്. ഈ ഹൈപ്പ് കൊടുക്കുന്ന ഫീച്ചേഴ്സൊക്കെ നമുക്ക് ശരിക്കും വേണ്ട ഫീച്ചേഴ്സ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. അല്ലാതെ കുറേ ഷോക്ക് വേണ്ടി കുറേ ഫീച്ചേഴ്സും നമ്മളത് ഉപയോഗിക്കില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫീച്ചർ കൊണ്ട് നമുക്കൊരു ഉപകാരമില്ല. അതുപോലെ തന്നെ ഒരു ഫോൺ വാങ്ങുന്ന സമയത്ത് നമുക്ക് അത്രയും അർജൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ആ ഫോൺ വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു ഫോൺ ഇറങ്ങി ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാവും നമ്മൾ പലപ്പോഴും അതിൻ്റെ നെഗറ്റീവ് സൈഡ് കാണാറുള്ളത്. ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസുള്ള ഫോൺസ് വരെയുണ്ട്. അതെല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാൻ കഴിയില്ല. കാരണം ഒരു ഫോൺ ഇറങ്ങി മിനിമം ഒരു 5-6 മാസത്തിന് ശേഷമൊക്കെയാണ് പലപ്പോഴും ആ ഒരു ഫോണിന് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ അറിയാറുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് നോക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മളൊരു പെട്ടെന്ന് ധൃതിയിൽ ഫോൺ എടുക്കാതെ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ഫോൺ എടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇതൊക്കെയാണ് നമ്മളിൽ കൂടുതൽ പേരും ഒരു ഫോൺ വാങ്ങാൻ നോക്കുന്ന സമയത്ത് വരുത്തുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ്. നിങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് ഫോൺ വാങ്ങുന്ന സമയത്ത് സാധാരണ വരുത്തിയത് അല്ലെങ്കിൽ വരുത്താറുള്ളത് എന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.